ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണു യോഗയുടെ 12ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിഷ്ണു യോഗ എന്ന പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഭഗവാനെ കണ്ടെത്തുക എന്നതാണ്. നമുക്കും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഭഗവാൻ നമ്മുടെ എല്ലാമാണ്. നമ്മൾക്ക് ആരും ഇല്ലെങ്കിലും ജീവിക്കുക, അതായത് നമുക്ക് അച്ഛനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സുഹൃത്തുക്കളില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലും ഭാര്യയില്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും മക്കളില്ലെങ്കിലും ജീവിക്കാം. പക്ഷെ ഭഗവാൻ ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. കാരണം എപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ വിട്ടുപോകുന്നു ആ സമയത്ത് നമ്മൾ ജഡമാവുകയാണ്, നമ്മൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വിഷ്ണു യോഗയിൽ നമ്മൾ 3 കൂട്ടം കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യത്തേത് ഭക്തിയായിരുന്നു. ആദ്യത്തെ അധ്യായം ഭക്തി, രണ്ടാമത്തേത് കർമ്മമാണ്. ഭഗവാനെ കണ്ടെത്താൻ വേണ്ടി ഭക്തിയും കർമ്മവും നമ്മൾ ഒരുപോലെ കൊണ്ടുപോയെങ്കിലേ പറ്റുള്ളൂ. കർമ്മത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് ആരാധന എന്ന വിശിഷ്ടമായ കർമ്മത്തെ പറ്റിയാണ്. ആരാധന 3 വിധമുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് വിഷ്ണു ആരാധന, ബ്രഹ്മ ആരാധന, ശിവ ആരാധന. അതായത് ആരാധനയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചാണ് ഈ ആരാധനകൾ. വിഷ്ണു ആരാധനയാണ് സർവശ്രേഷ്ഠമായ ആരാധന. അതാണ് യഥാർത്ഥ ദൈവത്തെ, സത്യദൈവത്തെ കണ്ടെത്താനുള്ള ആരാധനയാണ് വിഷ്ണു ആരാധന. കാരണം വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ നാരായണനാണ് സകല ചരാചരത്തിൽ ഇരിക്കുന്ന ഭഗവാന്. സൃഷ്ടി നടത്തുന്നതും സ്ഥിതി ചെയ്യുന്നതും, അതായത് നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഭഗവാൻ തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകനുമായ ഏകദൈവമാണ് ഭഗവാൻ വിഷ്ണു. ആ ഭഗവാൻ വിഷ്ണുവിനെ നമ്മൾ എങ്ങനെ ആരാധിക്കാം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി അത് പറയുകയാണ്. നമ്മളൊരു ഭക്തനായാലും, അതായത് നമ്മളൊരു വിഷ്ണു ഭക്തനായാലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. 13 കൂട്ടം കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഭക്തന് രാവിലെ 5 മണിക്ക് തന്നെ കൃത്യമായിട്ട് എഴുന്നേൽക്കണം. രണ്ടാമത്തേന്ന് എഴുന്നേറ്റാൽ ഉടനെ ഭൂമിയെ വന്ദിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കിടക്കയിലിരുന്നു കൊണ്ട് മൂന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ ഒരു നിമിഷം മനസ്സിൽ ഓർക്കുകയാണ്. 4ാമത്തെ കാരണം നമുക്ക് ഗുരുക്കന്മാരുണ്ട്, അവരെ വന്ദിക്കുക എന്നതാണ്. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ വന്ദിക്കുകയാണ്. ഈശ്വരനെ വന്ദിക്കുമ്പോൾ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കീർത്തനങ്ങൾ നിങ്ങൾക്ക് ചെല്ലാം. അതിനുശേഷം 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ജപസ്നാനമാണ്. അത് നമ്മൾ ജപിക്കുക, ഹരിയോം എന്ന് മനസ്സ് ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്യാൻ, കുളിക്കാൻ പോകുക. അതിനോടൊപ്പം നമ്മുടെ മറ്റു പ്രാഥമിക കൃത്യങ്ങളും നിർവഹിക്കുക, അതായത് പല്ല് തേക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം കുളിച്ചു വന്നതിന് ശേഷം 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് അലക്കിയ വസ്ത്രം ധരിക്കുക, കുങ്കുമം ചന്ദനം എന്നിവ അണിയുക. കുങ്കുമം നമ്മുടെ എല്ലാം മാതാവായ ഭൂമി ദേവിയെയും, ചന്ദനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പിതാവായ ഭഗവാൻ നാരായണനും ഉള്ളതാകുന്നു. അതിനുശേഷം 8ാമതായി ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. കുളിച്ചു കഴിഞ്ഞാൽ വന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് എവിടെയെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൂജാമുറി ഉണ്ട് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ച് അവിടെ നിൽക്കാം. ഏത് രീതിയിലായാലും നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ്. അല്ല ഒരു നമ്മുടെ കട്ടിലിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും ഒരു സുഖപ്രദമായ സ്ഥലത്തിരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്ക് കീർത്തനങ്ങളെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാനെ സഹസ്രകോടി തെറ്റുകൾ അറിയാതെ ചെയ്ത ആളാണ് ഞാൻ, അടിയനോട് ക്ഷമിക്കണേ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദപാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതായത് ഈ കുളിച്ചു വന്ന് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് കാര്യം വേദപാരായണമാണ്. അതായത് രാമായണോ ഭഗവത്ഗീത തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുക. അല്ലെങ്കിൽ അത് വായിക്കാനുള്ള അവസരം ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കത് കേൾക്കാവുന്നതാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളമെങ്കിലും ജലപാനം ചെയ്യാവൂ. 10ാമത്തെ കാര്യമാണ് പ്രഭാത ഭക്ഷണം, ജലപാനം, നമുക്ക് കാര്യങ്ങളൊക്കെ മറ്റ് ഭക്ഷണ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത്. അതിനുശേഷം 11ാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കണം. ധാരാളം കർമ്മങ്ങളുണ്ട് നമുക്ക് ഒരു ദിവസം ചെയ്തു തീർക്കണം. കർമ്മത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അടുത്തത് 12ാമത്തേന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് നമ്മൾ എവിടെ ഇരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും ഏത് ലോകത്തായിരുന്നാലും നമ്മുടെ മനസ്സിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവണമെന്നില്ല. ആ സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ആ വീടിൻ്റെ ഐശ്വര്യത്തിന് വളരെ ഉത്തമമാകുന്നു. അപ്പോൾ നമ്മൾ അവിടെയല്ല, നമ്മൾ യാത്രയിലാണ്, ഓഫീസിലാണ്, മീറ്റിങ്ങിലാണ്, പല സ്ഥലത്തും ആയിരിക്കാം. പക്ഷേ ഓഫീസിലോ മീറ്റിങ്ങിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് പ്രാർത്ഥന ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് 12ാമത്തെ കാര്യം. 13ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിദ്രാപൂർവ്വ പ്രാർത്ഥന. അതായത് കിടക്കുന്നതിന് മുന്നിൽ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം ഭഗവാൻ നന്മകൾ ചെയ്തോ, നന്മയായാലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ വന്നാലും അതൊക്കെ മറന്നുകൊണ്ട് ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുക. കാരണം ഇന്നത്തെ ദിവസം കൂടി നമുക്ക് ആയുസ് നേടിത്താൻ നമ്മളെ ജീവിപ്പിക്കുന്ന ഭഗവാനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ള കീർത്തനമോ ഇഷ്ടമുള്ള പ്രാർത്ഥന ചെയ്തുകൊണ്ട് നമ്മൾ കിടക്കുക എന്നാണ്. അതാണ് ഒരു ഭക്തൻ ഭഗവാനെ ആരാധിക്കേണ്ട
രീതി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ ആരാധന കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതിനു വേണ്ടി നമുക്ക് തൊഴിൽ ചെയ്യണം, എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ആ ജോലിയും കർമ്മത്തിന്റെ ഭാഗമാണ്. അത് തൊഴിലെന്ന് പറഞ്ഞാൽ അടുത്ത കർമ്മമാണ്. അത് തൊഴിലെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് സ്വീകരിക്കാവുന്ന കാര്യമാണ്. അത് ഇന്ന തൊഴിലെന്നൊന്നും യാതൊരു റെസ്ട്രിക്ഷനില്ല, നമുക്ക് ഏത് തൊഴിലും സ്വീകരിക്കാം. ഇനിയും നമ്മുടെ കർമ്മങ്ങളിൽ രണ്ട് തരം കർമ്മങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഒന്ന് പുണ്യകർമ്മങ്ങൾ, ഒന്ന് പാപകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പുണ്യകർമ്മങ്ങളിൽ അപ്പോഴും പറയുമ്പോൾ പുണ്യകർമ്മങ്ങളിൽ ഒന്നാമത്തെ കർമ്മ ആരാധന തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സേവിക്കുക എന്നാണ്. നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരാളെ, ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവോ, അല്ലെ വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്ന ഒരാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുക, അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുക, സഹായിക്കുകയൊക്കെ ചെയ്യാം. അതൊരു സേവനമാണ്. അടുത്ത മൂന്നാമത്തേന്ന് സകല ജീവികളോടും സ്നേഹത്തോടെ പെരുമാറുക എന്നാണ്. ഇതൊരു വളരെ മഹത്തായ കർമ്മമാണ്. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുക. കാരണം എല്ലാവരിലും നമ്മളിരിക്കുന്ന അതേ ഊർജ്ജം തന്നെയാണ്, നമ്മളിരിക്കുന്ന അതേ ദൈവം തന്നെയാണ്, അതേ ചൈതന്യം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഭാവത്തോടു കൂടി നമ്മൾ പെരുമാറുക. അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവർ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അടുത്ത നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുക എന്നാണ്. അഹങ്കാരം നമുക്ക് പാടില്ല, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുക. പിന്നെ അതായത് പിന്നെ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ തൊഴുകൈയോട് സ്വീകരിക്കുക. അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ ഭാരത സംസ്കാരത്തിൽ പറയാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് അതിഥികളെ നന്നായി സൽക്കരിക്കുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും അവരറിയാൻ പാടില്ല, അവർ വരുമ്പോൾ നന്നായിട്ട് സൽക്കരിക്കുക. അതൊരു സത്കർമ്മമാണ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സേവിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ കാലത്ത് ഈ മാതാപിതാക്കളെ സേവിക്കുന്ന പരിപാടിയേ ഇല്ല. അതുകൊണ്ടല്ലേ മാതാപിതാക്കളൊക്കെ വൃദ്ധാശ്രമത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയി പോകുന്നത്. അപ്പം മാതാപിതാക്കളൊക്കെ അവർ ചിലപ്പോൾ നല്ലവരും ആകാം, നമ്മളോട് പിന്നെ വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുള്ളവരും ആകാം. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കേണ്ട. നമ്മളെ ഈ ലോകത്ത് ജനിപ്പിച്ച് ഭഗവാനാണ് സൃഷ്ടികർമ്മം നടത്തുന്നെങ്കിലും 10 മാസം കൊണ്ട് നടക്കുന്നത് ആ സൃഷ്ടികർമ്മത്തിന് കാരണമായതും നമ്മുടെ അച്ഛനും അമ്മയാണ്. അത് കാരണം അവരെ നമുക്ക് വെറുക്കാൻ പാടില്ല. അവരും നമ്മുടെ മനസ്സിൽ അവരുടെ അവരെ സഹായിക്കണമെന്നുള്ള നമ്മളൊരു പുത്രനല്ല പുത്രി എന്നുള്ള ഒരു ഡ്യൂട്ടി നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ അവരെ സ്നേഹിക്കുക, സേവിക്കുക, സഹായിക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് അടുത്തത്. ആറാമത്തേതെന്ന് പറയുന്നത് മക്കളെ വളർത്തി നല്ല നിലയെത്തുക. നമുക്കൊക്കെ മക്കളുണ്ട്, അവർ ഭഗവാൻ തന്ന മക്കളാണ്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുക, അതുപോലെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തി അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നമ്മൾ കഴിച്ചു കൊടുക്കുക. ഇനി അഥവാ സ്വയം അവർക്ക് കഴിക്കണമെങ്കിൽ അതിന് നമ്മൾ സഹായിക്കുക. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ആരെക്കൊണ്ടും ചെയ്യരുത്. അതുപോലെ മക്കളായാലും ശരി, അവരെ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത് അവരെ വഴിക്ക് വിടുക. അവർ കിളിർത്ത് നല്ല പക്ഷികളായി അവർ പറന്നു പോകട്ടെ. അവർ തിരിച്ചു വരുന്നത്, നമ്മൾ ഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സമയമാകുമ്പോൾ തിരിച്ചു വരും, അതിന് യാതൊരു സംശയമില്ല. അതുപോലെ ഏഴാമത്തെ കാര്യം, മറ്റുള്ളവരെ നോക്കി നമ്മൾ പുഞ്ചിരിക്കുക. എല്ലാവരെയും നോക്കി നമ്മൾ പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരി തന്നെ ഭയങ്കര ഒരു സത്കർമ്മമാണ്. ചിലരൊക്കെ ഒരാളെ കാണുമ്പോൾ മുഖം കറുപ്പിച്ചു പോകാറുണ്ട്, മുഖം വീർപ്പിച്ചു പോകാറുണ്ട്. അതൊന്നും പാടില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുക തന്നെ ഒരു വലിയ സത്കർമ്മമാണ്. അടുത്ത എട്ടാമത്തെ, ആപത്ത് വരുമ്പോൾ ഓടിയെത്തുക. എവിടെയെങ്കിലും നമ്മുടെ അടുത്തോ നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ നാട്ടിലെ, നമ്മുടെ അയൽവക്കത്ത് എവിടെയെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മൾ ഓടിയെത്തണം. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ സത്കർമ്മത്തിന്റെ ഭാഗമാണ്. അടുത്തത് ഒൻപതാമത്തെ, ദാനം ചെയ്യുക. ഇപ്പം ധനം കൊണ്ടൊന്നും, പൈസ കൊടുത്തൊന്നും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും പറ്റില്ല, പണം കൊണ്ടൊന്നും ആർക്കും ദാനം ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുപോലെ ഇപ്പം വയനാട്ടിൽ ദുരന്തം ഉണ്ടായി, നമുക്ക് അവിടെ ആൾക്കാർക്ക് വീടൊക്കെ വേണം. അപ്പം നമുക്ക് ദാനം ചെയ്ത പൈസ കൊടുത്തെങ്കിലേ വീടൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാനം ചെയ്യുക. അല്ലാതെ ഈ തെരുവിലൊക്കെ ഭിക്ഷയ്ക്ക് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും അങ്ങനെ പൈസ കൊടുത്ത് ദാനം ചെയ്യരുത്. അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് മാത്രം ദാനം ചെയ്യുക. അത് ആഹാരം ദാനം ചെയ്യാം, വസ്ത്രം ദാനം ചെയ്യാം, അതുപോലെ നേത്രദാനം എന്ന് കേട്ടില്ല, അവയവങ്ങൾ ദാനം ചെയ്യാം. അങ്ങനെ ദാനങ്ങൾ ഒരുപാടുണ്ട്. 10 തരം ദാനങ്ങൾ ഏകദേശം ഉണ്ട്. അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പം ദാനം ചെയ്യുക എന്ന് തന്നെ ഒരു വലിയ സത്കർമ്മമാണ്. അപ്പം ഇന്ന് 9 സത്കർമ്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.